നീണ്ട 34 വർഷം വിൻഡീസ് ക്രിക്കറ്റ് ആരാധകരുടെ നെഞ്ചു തകർത്ത 3 പതിറ്റാണ്ടുകളാണത്. ഒരിക്കൽ നിങ്ങൾ അടക്കി ഭരിച്ചിരുന്ന എതിരാളികൾ തുടരെ നിങ്ങളെ പരാജയപ്പെടുത്തുന്നത് നിരാശാജനകമായ അനുഭവം തന്നെയാണ്. വർഷങ്ങളായി മുൻകാല ചരിത്രങ്ങളിൽ അഭിരമിക്കാൻ മാത്രമേ വിൻഡീസ് ക്രിക്കറ്റ് ആരാധകർക്ക് സാധിക്കുന്നുള്ളൂ. പാകിസ്ഥാനെതിരെയുള്ള ഓരോ പരമ്പരയും തോൽവികളുടെ ആവർത്തനങ്ങൾ മാത്രമായിരുന്നു അവർക്ക്. ചരിത്രത്തിലെ നേട്ടങ്ങളുടെയും വർത്തമാനകാലത്തെ നഷ്ടങ്ങളുടെയും വിരസമായ ഓർമ്മപ്പെടുത്തലുകൾ മാത്രം. എന്നാൽ 2025 ഓഗസ്റ്റിൽ ചരിത്രം തിരുത്തിക്കുറിച്ച് കരീബിയൻ പടയാളികൾ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. 1991 ശേഷം പാകിസ്ഥാനെതിരെ ഒരു ഏകദിന പരമ്പര സ്വന്തമാക്കുമ്പോൾ അതിന് വേദിയാകാൻ കഴിയുക എന്നത് ബ്രയാൻ ലാറ സ്റ്റേഡിയത്തിൻ്റെ ചരിത്ര നിയോഗം കൂടിയാണ്. വൈകാരികമായൊരു വിജയ പരമ്പരയാണ് വിൻഡീസ് പടയാളികൾ സ്വന്തമാക്കിയതെങ്കിൽ തോൽവികളുടെ പടുകുഴിയിലേക്കാണ് പാക് ക്രിക്കറ്റിൻ്റെ പോക്ക്. ക്രിക്കറ്റിലെ പ്രതാപകാലം പാക് ക്രിക്കറ്റിൻ്റെ ഓർമ്മകൾ മാത്രമാകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആ തകർച്ചയുടെ മേൽ അവസാനത്തെ ആണി കൂടി ശക്തമായി അടിച്ചു വെച്ചിരിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസ്. വിൻഡീസിനെ സംബന്ധിച്ച് ഇതവരുടെ തിരിച്ചുവരവിനുള്ള പോരാട്ടങ്ങളുടെ തുടക്കമായി മാറും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ക്രിക്കറ്റിൽ പാരമ്പര്യത്തിൻ്റെ കരുത്തേറെയുള്ള വിൻഡീസിന് അവസാന ഏകദിന ലോകകപ്പിന് യോഗ്യത നേടാൻ കഴിഞ്ഞിരുന്നില്ല. അടുത്ത ഏകദിന ലോകകപ്പിലെ യോഗ്യത എന്നത് വെസ്റ്റ് ഇൻഡീസിൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തവണ പാകിസ്ഥാനെതിരെ ഏകദിന പരമ്പര ആരംഭിക്കുമ്പോൾ തൊട്ടു മുമ്പ് നടന്ന T20 പരമ്പരയിൽ പരാജയപ്പെട്ടതിൻ്റെ നിരാശ അവർക്കുണ്ടായിരുന്നു. ഓസ്ട്രേലിയക്കെതിരെ സ്വന്തം നാട്ടിൽ അമ്പെ പരാജയപ്പെട്ട വെസ്റ്റ് ഇൻഡീസിൻ്റെ ദയനീയ അവസ്ഥയിൽ വിവിയൻ റിച്ചാർഡ്സും ക്ലൈവ് ലോയിഡും ബ്രയാൻ ലാറയുമെല്ലാം പരിതപിച്ച് ദിവസങ്ങൾ മാത്രമേ പിന്നിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പാകിസ്ഥാനെതിരെ T20 പരമ്പര 2-1 അവർ പരാജയപ്പെട്ടത്. ഓഗസ്റ്റ് 8 നടന്ന ആദ്യ ഏകദിന മത്സരവും പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടന്നു. വെസ്റ്റ് ഇൻഡീസ് 280 റൺസ് നേടിയപ്പോൾ പാകിസ്ഥാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു. പരമ്പരയിൽ പാകിസ്ഥാൻ മുന്നിലെത്തിയതോടെ 34 വർഷത്തെ ചരിത്രം തിരുത്തപ്പെടില്ലെന്ന് വിൻഡീസ് ആരാധകർ ഒരുപക്ഷെ ഉറപ്പിച്ചിട്ടുണ്ടാകണം. എന്നാൽ ഓഗസ്റ്റ് 10 നടന്ന മാച്ച് നമ്പർ 2 കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. 37 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺസാണ് പാകിസ്ഥാൻ നേടിയത്. ഡെക്വർത്ത് ലൂയിസ് നിയമപ്രകാരം 35 ഓവറിൽ 181 റൺസായി വെസ്റ്റ് ഇൻഡീസിൻ്റെ വിജയലക്ഷ്യം ക്രമീകരിച്ചിരുന്നു. ഓപ്പണർമാരെ 2 പേരെയും അതിവേഗം നഷ്ടപ്പെട്ടതോടെ 2-12 എന്ന നിലയിലായിരുന്നു വെസ്റ്റ് ഇൻഡീസ്. എന്നാൽ മധ്യനിര ബാറ്റർമാർ ശ്രദ്ധേയമായി ബാറ്റ് വീശിയതോടെ 34ാമത്തെ ഓവറിൽ ഷായ് ഹോപ്പും സംഘവും വിജയലക്ഷ്യത്തിലെത്തി. വിജയത്തോടെ പരമ്പരയിൽ പാകിസ്ഥാൻ ഒപ്പം പിടിക്കാൻ വെസ്റ്റ് ഇൻഡീസിന് കഴിഞ്ഞു. ഓഗസ്റ്റ് 12 നടന്ന 3ാം ഏകദിന മത്സരത്തിൽ വിൻഡീസ് ആധിപത്യത്തിൻ്റെ എല്ലാ സൗന്ദര്യത്തിനും ക്രിക്കറ്റ് ആരാധകർ സാക്ഷിയായി. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസിന് ഒരിക്കൽ കൂടി നല്ല തുടക്കം ലഭിക്കാതെ പോയി. ഓപ്പണർ ബ്രാൻഡൻ കിങ്ങിനെയാണ് അവർക്ക് വേഗത്തിൽ നഷ്ടമായത്. ആരാധകരുടെ പ്രതീക്ഷ നിലനിർത്തിയ ക്യാപ്റ്റൻ ഷായ് ഹോപ്പ് വിൻഡീസ് ഇന്നിംഗ്സിൻ്റെ നെടുന്തൂണായി മാറുന്നതിനാണ് പിന്നീട് ബ്രയാൻ ലാറ സ്റ്റേഡിയം സാക്ഷിയായത്. 94 പന്തിൽ 120 റൺസ് നേടി ഷായ് ഹോപ്പ് പുറത്താകാതെ നിന്നു. 24 പന്തിൽ 43 റൺസ് നേടിയ 8-ാമൻ ജസ്റ്റിൻ ഗ്രീവ്സിൻ്റെ വെടിക്കെട്ടും തുണച്ചതോടെ 50 ഓവറിൽ 294 റൺസാണ് വെസ്റ്റ് ഇൻഡീസ് നേടിയത്. എന്നാൽ ഇതൊന്നുമായിരുന്നില്ല പാകിസ്ഥാൻ്റെ പരിപ്പിളക്കിയത്. ജേഡൻ സീൽസ് എന്ന 23-കാരൻ്റെ മാരകമായ സ്പെല്ലിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആലോചിക്കാൻ പോലും പാക് താരങ്ങൾക്ക് സമയം കിട്ടിയില്ല. ടോപ്പ് ഓർഡറിലെ ആദ്യ 4 താരങ്ങളെയും ജേഡൻ പുറത്താക്കിയപ്പോൾ പാകിസ്ഥാൻ നനഞ്ഞ പടക്കമായി മാറി. ഇവരിൽ 2 ഓപ്പണർമാരുൾപ്പെടെ 3 പേർ സംഭൂജരായിരുന്നു. മത്സരത്തിലാകെ 6 വിക്കറ്റുകളാണ് ജേഡൻ സ്വന്തമാക്കിയത്. 5 പാക് താരങ്ങൾ റണ്ണൊന്നും എടുക്കാതെയാണ് മടങ്ങിയത്. 92 റൺസിന് പാകിസ്ഥാൻ ഓൾ ഔട്ടായതോടെ 202 റൺസിൻ്റെ രാജകീയ വിജയമാണ് വെസ്റ്റ് ഇൻഡീസ് നേടിയെടുത്തത്. വിൻഡീസ് ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇതൊരു പരമ്പര വിജയം മാത്രമല്ല, പ്രതീക്ഷയുടെ നാളുകൾക്കായുള്ള ആവേശം കൂടിയാണ്. എന്നാൽ പാകിസ്ഥാൻ ക്രിക്കറ്റിൻ്റെ ഗ്രാഫ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിനെ സംബന്ധിച്ച് അത്ര വലിയ പ്രാധാന്യമൊന്നും ഈ പരമ്പരയ്ക്ക് ഉണ്ടാകണമെന്നില്ല. എന്നാൽ നീണ്ട 34 വർഷത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ഒരു ഏകദിന പരമ്പര വിജയിച്ചതിൻ്റെ എല്ലാ ആവേശവും വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ആരാധകർക്കുണ്ട്. ഇതവർക്ക് തിരിച്ചുവരവിനുള്ള പ്രചോദനം കൂടിയാണ്. അടുത്ത ഏകദിന ലോകകപ്പിലേക്ക് ഒരു തിരിച്ചുവരവ് അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.